ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ ഒരു പൊട്ടറ്റോ എടുക്കുന്നതിൻ്റെ പകുതി ഭാഗം മാത്രം മത്തങ്ങ എടുത്ത് കൊടുക്കാം. വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീയൽ പല രീതിയിൽ വയ്ക്കുന്നവരുണ്ടാവും, പല വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇതുപോലെ എല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുത്താൽ എല്ലാം നല്ല ഈവൺ ആയിട്ട് കിട്ടും. മുരിഞ്ഞ് വരുന്ന സമയത്തും പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, സവാള ആയാലും മതി, കുറച്ച് പെരിഞ്ജീരകം, ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. തേങ്ങയിലെ വെള്ളം എല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ വറുക്കുന്നത് റെഡിയായി കിട്ടും. അതിപ്പോൾ ഈ റെസിപ്പിക്കെന്നല്ല, തേങ്ങ വറുക്കുന്ന ഏതൊരു പ്രോസസ്സിലും അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ആദ്യമേ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളവും ഓയിലും എല്ലാം കൂടി ചേർന്ന് മുരിഞ്ഞ് വരാനായിട്ട് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് കുറയും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടിലിരുന്നിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ തേങ്ങയിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് കൂടി ചേർത്തിട്ടാണ് അരപ്പ് റെഡിയാക്കണത്. ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക. അതിന് ശേഷം ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മത്തങ്ങയും പിന്നെ പൊട്ടറ്റോയും ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു വിസിലിലേക്ക് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ ചട്ടിയിലേക്ക് സവാള, പച്ചമുളക്, ഒരു ചെറിയ പീസ് ടൊമാറ്റോ, കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ട് പോകരുത്, എങ്കിലും കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. പൊട്ടറ്റോ വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സിന് താഴെ മാത്രമേ പൊട്ടറ്റോയിൽ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരിത്തിരി പുളിയുടെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി, ഉപ്പ്, എരിവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വെന്ത് വന്നിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഈ ഒരു സ്പൂണിൽ 1 സ്പൂൺ വെള്ളം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടെങ്കിലും മൺചട്ടി ആകുമ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കടുക് വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും കടുകില്ല, ഉള്ളിയും വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് താളിച്ചിടാം. ഇപ്പം നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട്. താളിച്ചൊഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിനും അതുപോലെ രാത്രി ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ ഈ ഒരു കറി ഉച്ചയ്ക്ക് തന്നെ വെച്ചാൽ നമുക്ക് ഈസിയാണ്, രണ്ടിനും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തീയൽ ചെയ്ത് നോക്കാത്തവർ ഒന്ന് റെഡി ആക്കി നോക്കാം. ഇനി ഇതിരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ട് വരും. പൊട്ടറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒരുപാട് കുറുകില്ല, ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.